സവാള, തക്കാളി, ഉള്ളി, ഉരുളക്കിഴങ്ങ്, ചുവതള്ളി, പയറ്, പാവയ്ക്ക, കോവയ്ക്ക, വെണ്ടയ്ക്ക, ഉള്ളി. പ്രിയപ്പെട്ടവരെ, 27 കൊല്ലം കൊണ്ട് നമ്മുടെ നാടുകളിൽ പച്ചക്കറി കച്ചവടം ചെയ്യുന്നതാണ്ടേ ഈ 4 വീല് വണ്ടിയിൽ പച്ചക്കറി കച്ചവടം ചെയ്യുന്ന ഷാജിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. എല്ലാ വീടിന്റെ മുന്നിൽ ഷാജി താണ്ടേ നമ്മൾ ഈ കാണുന്നില്ലേ, ഇങ്ങനെ തന്നെ കാണും. ഷാജി കളിയാ എത്ര കൊല്ലം കൊണ്ട് ഈ ഒരു ഫീൽഡിലേക്ക്? 27 കൊല്ലമൊക്കെ. 27 കൊല്ലത്തിന് മേളിലായില്ലേ? 27 കൊല്ലം കൊണ്ട് അത്യാവശ്യം നമ്മുടെ ഈ റൂട്ടിലൊക്കെ വരാൻ തുടങ്ങിയിട്ട്, നമ്മുടെ ഈ ഭാഗത്ത് റൂട്ടിൽ വരാൻ തുടങ്ങിയിട്ട് 27 കൊല്ലമായി. 27 കൊല്ലം കൊണ്ട് ഈ റൂട്ടിലുണ്ട്. പിന്നെന്തോ 27 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ? നമ്മുടെ ഈ പ്രദേശത്ത് പിന്നെ ഇങ്ങനെ വീടുകളിൽ പച്ചക്കറി എത്തിച്ചു കൊടുക്കും. അതിൽ ഷാജിയുടെ മെയിൻ പരിപാടി. അല്ലെങ്കിൽ പറമ്പും ചന്തയിലും എല്ലാം ഈ ഫീൽഡിൽ വന്നപ്പോൾ, അതായത് നമ്മുടെ ഇപ്പൊ നമ്മൾ ഈ റൂട്ടിൽ പോകുന്നെങ്കിലും ചന്തയിൽ നമുക്ക് സെപ്പറേറ്റ് കടയുണ്ട്. ഫുൾ ടൈം കടയില്ലേ ഇവിടെ? ഇപ്പൊ തുടങ്ങി. ഇപ്പൊ കുറച്ച് നാളായിരുന്നു. കുറച്ച് നാളായി. മറ്റേ ഇവിടെ മാത്രമേ ഉള്ളായിരുന്നു ചന്തയിലും. രാവിലെ ചന്തയിലും അത് കഴിഞ്ഞ് നമ്മുടെ റൂട്ടിൽ പോയിട്ട് ഇതുപോലെ കുട്ടികളൊക്കെ ഉഷാറായപ്പോ നമ്മൾ അതിന് ചെറിയ മാറ്റം വരും. അവര് പഠിക്കുന്നുണ്ടല്ലോ രണ്ടുപേരും. പ്രിയപ്പെട്ടവരെ, ഷാജി അന്നും ഇന്നും ഇങ്ങനെ തന്നെ വീടുകളുടെ മുന്നിൽ ഷാജി എപ്പോഴും ഒരു പ്രസന്റഡ് ആയിരിക്കും കേട്ടോ. പലരും വണ്ടികളിലോട്ട് തുടങ്ങിയപ്പം ഷാജി ആ പഴയ വണ്ടിയിൽ തന്നെ ഇങ്ങനെ പോകുന്നു. വർഷങ്ങളായിട്ട് ഈ ഒരു 4 വീല് വണ്ടിക്കകത്ത് ഇങ്ങനെ വണ്ടിയിലെ കച്ചവടം മാത്രമേ. ബാക്കി എല്ലാവരും ആട്ടോയും കാറും പിന്നെ സുമോയും ഒക്കെ ആയി. എങ്കിലും നമ്മൾ ആ പഴയ രീതിയിൽ തന്നെ പഴയ സ്റ്റൈലില് ഇപ്പോഴും നമ്മള് മാത്രമേ ഉള്ളല്ലേ? അങ്ങ് അപൂർവമായിട്ടല്ലേ ഉള്ള ആൾക്കാർ? അപൂർവമായിട്ടേ ഉള്ളു. നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, അറിയാം, നമ്മുടെ പിന്നെ വലിയത്തൂക്കിലെ ഷാജി ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണാറുണ്ട്. ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ചാ കച്ചവടമൊക്കെ തുടങ്ങി. പിന്നെ ഷാജി ഇടയ്ക്ക് ഗൾഫിലൊക്കെ പോയെന്ന് തോന്നുന്നില്ലേ? ഇല്ല, തീപ്പെട്ടി കമ്പനിയിലായിരുന്നു. തീപ്പെട്ടി കമ്പനിയിലൊക്കെ കുറെ നാൾ ഈ ഫീൽഡൊന്നും വിട്ടു നിന്ന്. അല്ല, ഞങ്ങളൊക്കെ ആദ്യം അതായിരുന്നു. തീപ്പെട്ടി കമ്പനിയിൽ ഫ്രെയിം അടി. അന്നേരം അതിൽ നിന്ന് തുടങ്ങിയ പരിപാടി. അതിൽ നിന്നൊരു ആശയം കിട്ടി തുടങ്ങി. അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ നാശമായി. ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ. പിന്നെ അങ്ങനെ പണിയൊന്നും ഇല്ലാതെ പിന്നെ ഓരോ നമ്മളെ കണ്ടുപിടിക്കില്ലേ. അങ്ങനെ നമ്മള് തെരഞ്ഞെടുത്ത മേഖല മോശമല്ലോ. നമുക്ക് ജീവിക്കണം, അത്രേ ഉള്ളു. ഇങ്ങനൊക്കെ ഇത് കുഴപ്പമില്ല, നമുക്ക് ജീവിച്ചു പോകാൻ പറ്റും. അത് മതി, നമുക്ക് ഈ ലോകത്ത് ജീവിച്ചാൽ മതിയല്ലോ. അപ്പോൾ പിന്നെ പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ ഷാജിയുടെ ഷോപ്പ്, പറമ്പുമുക്ക് ചന്തയ്ക്കകത്ത്. ഇപ്പോൾ ഷാജിയുടെ മകനാണ് അവിടെ ഇരിക്കുന്നതെങ്കിലും എല്ലാ വട്ടവും കഴിഞ്ഞ് ഷാജി രാത്രിയിൽ വന്ന് ഇവിടെയാണ് ഷാജിയുടെ ബാക്കി ബിസിനസ് കാര്യങ്ങൾ മൊത്തവും നടക്കുന്നത്.